ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എൻ എലമെൻറ്റ് ജി എന്താണെന്ന് നമ്മൾ കണ്ടു. ഈ വീഡിയോയിൽ നമ്മൾ ഒന്ന് രണ്ട് എക്സാമ്പിൾ ചെയ്യാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഗ്രൂപ്പ് GL2R ആണ്. GL2R കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ 2x2 ഇൻവേർട്ടിബിൾ മെട്രിസസ് വിത്ത് റിയൽ എൻട്രീസ്. അതായത് ആ മെട്രിക്സിൻ്റെ എൻട്രീസ് ഒക്കെ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ആ മെട്രിസസിൻ്റെ കളക്ഷൻ എടുക്കുക, 2x2 ഇൻവേർട്ടിബിൾ മെട്രിസസിൻ്റെ. അതിൻ്റെ അകത്ത് ഓപ്പറേഷൻ ആക്കിയിട്ട് എന്ത് വെക്കുക, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വെക്കുക. അത് ഒരു ഗ്രൂപ്പാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. ഇൻ ജനറൽ GLNR, അതായത് സെറ്റ് ഓഫ് ഓൾ n/n ഇൻവേർട്ടിബിൾ മെട്രിസസ് വിത്ത് റിയൽ എൻട്രീസ്. അതായത് മെട്രിക്സിൻ്റെ എൻട്രീസ് ഒക്കെ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അതൊരു ഗ്രൂപ്പാണ്, നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും വിത്ത് ഓപ്പറേഷൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം, ഈസി വെരിഫിക്കേഷനാണ്. ഇതൊരു ഗ്രൂപ്പായിരിക്കും. അതുപോലെ തന്നെ GLNC ഉണ്ട്. അതായത് GLNC എന്നത് n/n ഇൻവേർട്ടിബിൾ മെട്രിസസ് വിത്ത് കോംപ്ലക്സ് എൻട്രീസ്. ആ മെട്രിക്സിൻ്റെ എൻട്രീസ് കോംപ്ലക്സ് നമ്പേഴ്സ് ആയിട്ട് വെക്കുക. അതും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം ഒരു ഗ്രൂപ്പായിരിക്കും. യെസ്, ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് GL2R ആണ്. 2x2 ഇൻവേർട്ടിബിൾ മെട്രിസസ് വിത്ത് റിയൽ എൻട്രീസ്, ഓപ്പറേഷൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ആ ഗ്രൂപ്പിൻ്റെ അകത്ത് നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ നോക്കാം. ആദ്യം ഞാൻ G ആയിട്ട് എടുക്കുന്നത് ഈ മെട്രിക്സ്. ഇതിൻ്റെ അകത്ത് ഉണ്ടാവുമല്ലോ, ഇത് ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. കാരണം ഡിറ്റർമിനൻറ്റ് എന്താ വരുന്നത്, 1 ആണ്. സോ ഇതിൻ്റെ അകത്തുള്ളൊരു എലമെൻറ്റാണ്. യെസ്, ഓക്കെ. ഇത് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് ഏതാണ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ G ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടതാണ്. ഇറ്റ് ഈസ് ജിയുടെ എല്ലാ ഇൻറ്റിജർ പവേഴ്സും G⁻m വേർ m ബിലോങ്സ് ടു Z. അതാണ് ഈ G ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ്. അപ്പോൾ അതെങ്ങനെയാണ് വരിക എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എമ്മിന് കുറച്ച് വാല്യൂസ് ഇട്ട് കൊടുത്ത് നോക്കാം നമുക്ക്. G⁻1 എന്ന് പറഞ്ഞാൽ തന്നെ G² എന്ന് പറയുമ്പം എന്ത് വരും അല്ലേ? ഇതിനെതിരോണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാ കിട്ടുക. ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. 1201 G³ 1301. യെസ്, ഒക്കെ നിങ്ങൾ സ്വന്തമായി ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കുറച്ച് നെഗറ്റീവ് പവേഴ്സ് ഞാൻ നോക്കി ഇവിടെ. G⁻1 എന്ന് പറഞ്ഞാൽ എന്താ, ജിയുടെ ഇൻവേഴ്സാണ്. അപ്പോൾ ഈ 2x2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് പെട്ടെന്ന് എഴുതാൻ എനിക്ക് അറിയാലോ. അപ്പോൾ അത് ഇതിൻ്റെ ഇൻവേഴ്സായിട്ട് ഇത് വരും. G⁻2 പറഞ്ഞാൽ എന്താ, G² ഇൻവേഴ്സാണ്. അപ്പോൾ ഇതിന് ഇൻവേഴ്സ് പെട്ടെന്ന് എടുത്ത് എഴുതാൻ പറ്റും നിങ്ങൾക്ക്. അത് എഴുതി. G⁻3 എന്ന് ഉദ്ദേശിക്കുന്നത് G³ ഇൻവേഴ്സാണ്. അത് ഇതിൽ പെട്ടെന്ന് എടുത്ത് എഴുതാൻ പറ്റും. അതിങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് കാണുമ്പം G⁻n എന്താണ് അങ്ങനെ തോന്നുന്നത്? ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ നിങ്ങളെ തോന്നൽ ഇറ്റ് വിൽ ബി G⁻m അല്ല നമ്മൾ ഉപയോഗിച്ച്. ഓക്കെ, G⁻mൻ്റെ ജനറൽ ഫോം ഇറ്റ് വിൽ ബി 1m01 വരിക അല്ലേ. നോക്കുക, ഇവിടെ ഏത് പവറാണ് എടുത്തത് ആ പവർ ഇവിടെ വരിക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഞാൻ പവർ m ആക്കുമ്പോൾ ആ പവറോട് വരും. ഇതാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് റിഗറസ് ആയിട്ട് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും G⁻m ഇങ്ങനെ തന്നെ. നിങ്ങളെ തോന്നൽ ശരിയാണ്, G⁻m എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവുകയാണ്. ഇറ്റ് വിൽ ബി 1m01. ഇവിടെ കണ്ട പോലെ ഇൻ ജനറൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഈ G ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് തന്നെ സെറ്റ് ഓഫ് ഓൾ മെട്രിസസ് ഓഫ് ദിസ് ഫോം. യെസ്, അപ്പോൾ ഇതാണ് ഈ G ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് അല്ലേ. സെറ്റ് ഓഫ് ഓൾ മെട്രിസസ് ഓഫ് ദിസ് ഫോം വേർ m ബിലോങ്സ് ടു Z അല്ലേ. ഇതാണ് ഈ ഗ്രൂപ്പിൽ ഈ G ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ. ക്ലിയർ ആണ്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കട്ടെ. ഇതേ ഗ്രൂപ്പിൽ നിന്ന് വേറൊരു എലമെൻറ്റ് എടുക്കുക G ആയിട്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ അറിയോ? നമ്മൾ ഈ സൈക്ലിക് സബ് ഗ്രൂപ്പിനെ കുറിച്ച് നേരത്തെ തീരെ പരിചയമില്ലാത്തൊരു പ്രതീക്ഷിക്കുന്നൊരു സംഭവമുണ്ട്. അതായത് ഈ ഗ്രൂപ്പിൽ എപ്പോഴും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവും. കാരണം എന്താ, G⁻m വേർ m ബിലോങ്സ് ടു Z എന്നാണ് അല്ലേ. എല്ലാ ഇൻറ്റിജർ പവേഴ്സും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവുന്നു. പക്ഷേ അത് എപ്പോഴും അങ്ങനെയല്ല. നെക്സ്റ്റ് എക്സാമ്പിൾ അതാണ് കാണിക്കുന്നത്. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ അടുത്ത G ആയിട്ട് ഇതിൻ്റെ അകത്തുള്ള എലമെൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ മെട്രിക്സാണ്. ഇത് ഇൻവേർട്ടിബിൾ ആണ്. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് കാണാൻ പറ്റും. സോ ഇത് ഇതിൻ്റെ അകത്തുള്ള ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് നോക്കുമ്പം ഞാൻ അതിൻ്റെ പവേഴ്സ് അവിടെ എഴുതിയത് G² G³ എക്സെട്ര G⁻6 എത്തിയപ്പം ഒരു രസം സംഭവിച്ചു. ഇത് ഐഡൻറ്റിറ്റി മെട്രിക്സാണ് കിട്ടിയത്. ഈ ഗ്രൂപ്പ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് ഇവർ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ അതാണ് G⁻6. അപ്പോൾ ഇതിൻ്റെ G⁻7 നിങ്ങൾ കാണേണ്ടതുണ്ടോ? ഇല്ല. കാരണം G⁻7 എന്ന് പറഞ്ഞാൽ എന്താ, G⁻6 × G അല്ലേ. G⁻6 ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഐഡൻറ്റിറ്റി × G എന്താ, G ആ. അതായത് G⁻7 എന്ന് പറഞ്ഞാൽ തിരിച്ചുവിടെത്തി. ഇനി G⁻8 പറഞ്ഞാൽ എന്താ, G⁻8 പറയുമ്പോൾ G⁻6 × G² അപ്പോൾ G⁻6 ഐഡൻറ്റിറ്റി ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി G². G⁻8 ഇവിടെ എത്തി. ഇനി G⁻9 തന്നെ അവിടെ വരും. അങ്ങനെ എക്സെട്ര G⁻12 ഇവിടെ വരും. G⁻13 തിരിച്ചും ഇവിടെ വരും.
അതായത് ഇങ്ങനെ കറങ്ങി കളിക്കും. അതുകൊണ്ടാണ് സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്നുള്ള പേര് വരാൻ കാരണം എന്താ, ചില സമയത്ത് ഇങ്ങനെ കറങ്ങി കളിക്കും. യെസ്. അപ്പോൾ നിങ്ങളിങ്ങനെ അപ്പോൾ 0-12 ഇവിടെ ഐഡൻറ്റിലെത്തി. ഇനി അതുപോലെ 13 ഇവിടെ എത്തും അല്ലേ, 14 ഇവിടെ എത്തും, അങ്ങനെ എക്സെട്ര 18 തിരിച്ചു ഇവിടെ എത്തും. അങ്ങനെ ഓരോ 6ൻ്റെ മൾട്ടിപ്പിൾസിൽ ഈ കറക്കം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. യെസ്. വേറൊരു സംഭവമുണ്ട്, ഇതിൻ്റെ നെഗറ്റീവ് പവേഴ്സ് നിങ്ങൾ കാണില്ല. നെഗറ്റീവ് പവേഴ്സ് വരുമ്പോൾ G⁻⁻1 നിങ്ങൾ കണ്ട്. G⁻⁻1 എന്ന് പറഞ്ഞാൽ എന്താ, ജീൻ്റെ ഇൻവേഴ്സാണ്. ജീൻ്റെ ഇൻവേഴ്സ് ഇതിനകത്ത് തന്നെ ഉണ്ടാവും. അതായത് G⁻⁻1 ഇവിടെ തന്നെ ഉണ്ട്. കാരണം എന്താ, G × G⁵ എന്താ, G⁶ അല്ലേ, അതായത് ഐഡൻറ്റിറ്റി അല്ലേ. G × G⁵ G⁶ അത് ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ G⁵ ആണ് ജീൻ്റെ ഇൻവേഴ്സ് ആയില്ല. അപ്പോൾ അതിൻ്റെ അകത്തില്ലേ. അപ്പോൾ G⁻⁻1 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, G⁵ അതേപോലെ G⁻⁻2 ഇതേപോലെ കാണാൻ പറ്റും. G⁻⁻2 പറഞ്ഞാൽ G² ഇൻവേഴ്സാണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് G⁴ എന്ന് കാണാൻ പറ്റും. കാരണം G² G⁴ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ G⁶ ഐഡൻറ്റിറ്റിയിൽ എത്തും. അപ്പോൾ G⁻⁻2 എന്ന് പറഞ്ഞാൽ എന്താണ്, G⁴ ആണ്. അപ്പോൾ G⁻⁻2 ഇതിൻ്റെ അകത്തുണ്ട്. അതായത് ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ അകത്തുള്ളവരൊക്കെ ഇൻവേഴ്സും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്നിട്ട് ആലോചിച്ച് മനസ്സിലാക്കുക, ഈ G ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പില്ലേ, സൈക്ലിക് സബ് ഗ്രൂപ്പ്, അതിനകത്ത് ഈ പറഞ്ഞ 6 എലമെൻറ്റ്സേ ഉണ്ടാവുള്ളൂ. വേറൊരു എലമെൻറ്റ്സ് വരാൻ പോകില്ല. ബാക്കിയുള്ളവരൊക്കെ ഇതിലേക്ക് തന്നെ തിരിച്ചു വരും. അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ റിഗ്രസ്നെസ് കൊണ്ടുവരിക കേട്ടോ. യെസ്. അപ്പോൾ ഈ G ജനറേറ്റ് ചെയ്ത സൈക്ലിക് സബ് ഗ്രൂപ്പിൻ്റെ അകത്ത് എത്ര എലമെൻറ്റ്സേ ഉള്ളൂ, 6 എലമെൻറ്റ്സേ ഉള്ളൂ. യെസ്. ഇനി ഞാൻ 2 ഡെഫിനിഷൻസ് ഇവിടെ പറയട്ടെ. ഡെഫിനിഷൻസ് ഇതാണ്. ആദ്യം ഓർഡർ ഓഫ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതാണ് ആ ഗ്രൂപ്പിൻ്റെ ഓർഡർ. ഇപ്പോൾ നമ്മൾ Z ഒരു ഗ്രൂപ്പാണ് അണ്ടർ അഡീഷൻ, ഇൻഡിജേഴ്സ് അല്ലേ, ഇൻഡിജേഴ്സ് അണ്ടർ അഡീഷൻ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറയും ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഫിനിറ്റ് ഓർഡർ. ദ GL2R സെറ്റ് ഓഫ് ഓൾ 2x2 ഇൻവേർട്ടിബിൾ മെട്രിസസ് വിത്ത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, റിയൽ എൻട്രീസ് ആയിരിക്കണം. അതാണ് GL2R. അതിൻ്റെ അകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മെട്രിസസ് ആർ ദെയർ അല്ലേ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് 2x2 ഇൻവേർട്ടിബിൾ മെട്രിസസ് ഉണ്ട്. അപ്പോൾ ദിസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഫിനിറ്റ് ഓർഡർ എന്ന് പറയും. നമ്മൾ ഫൈനൈറ്റ് എലമെൻറ്റ്സുള്ള ഗ്രൂപ്പുകൾ അധികം പരിചയപ്പെട്ടില്ല, ഇനി പരിചയപ്പെട്ടോളൂ. ഇപ്പം നമുക്കൊരു ഗ്രൂപ്പ് അറിയാം. ഏത്, നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ എലമെൻ്റ് എടുത്ത് അത് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചില്ലേ, അതിൻ്റെ അകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്, തൊട്ടുമ്പോൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് അല്ലേ, ഈ ജീൻ്റെ സ്ക്വയറും ക്യൂബൊക്കെ കണ്ടുപിടിച്ചില്ലേ. അപ്പോൾ 6 എലമെൻറ്റ്സ് ആ സബ് ഗ്രൂപ്പിലുള്ളത്. സോ ഈ ഗ്രൂപ്പിൻ്റെ ഓർഡർ എത്ര, ഇതിൻ്റെ അകത്തുള്ള എത്ര എലമെൻറ്റ്സ് അല്ല, 6 എലമെൻറ്റ്സ് അല്ലേ. സോ ഈ ഓർഡർ ഓഫ് ദിസ് ഗ്രൂപ്പ് ഈസ് 6. ഇപ്പോൾ ഫൈനൈറ്റ് ആകുമ്പം അതിൻ്റെ അകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതാണ് അതിൻ്റെ ഓർഡറായിട്ട് പറയുക. ഇൻഫിനിറ്റ് ആണെങ്കിൽ ഒരു ഗ്രൂപ്പിനകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ പറയും ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഫിനിറ്റ് ഓർഡർ എന്ന് പറയും. ക്ലിയർ ആണല്ലോ. യെസ്. ഇനി ഓർഡർ ഓഫ് എൻ എലമെൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അത് ഓർഡർ ഓഫ് എ ഗ്രൂപ്പാണ് പറഞ്ഞത്. ഒരു ഗ്രൂപ്പിനകത്ത് ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു എലമെൻ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ എലമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, ആ സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ നോക്കുക. അതായത് ആ സബ് ഗ്രൂപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് നോക്കുക. അതാണ് ആ ജിയുടെ ആ എലമെൻറ്റിൻ്റെ ഓർഡർ. ഫോർ എക്സാമ്പിൾ ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് നിന്ന് ഇതിൻ്റെ മുമ്പേ നമ്മൾ വേറൊരു ജി എടുത്തില്ലേ, ഏതെന്നാ G1101 അല്ലേ, അത് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു അല്ലേ, സെറ്റ് ഓഫ് ഓൾ മെട്രിസസ് ഓഫ് ദ ഫോം 1M01 അല്ലേ, അങ്ങനത്തെ എല്ലാ മെട്രിസസും വരും. അപ്പോൾ അതിൻ്റെ അകത്ത് ആ G ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജിയുടെ അതായത് ഇതിൻ്റെ അകത്തല്ലേ ആ G ഏതായിരുന്നു 1101, അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനറേറ്റ് ചെയ്ത സൈക്ലിക് സബ് ഗ്രൂപ്പിൻ്റെ ഓർഡറാണ്, അത് ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ ആ ജിയുടെ ഓർഡർ ഈസ് ഇൻഫിനിറ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്ത G ഏതായിരുന്നു, ഇതിൻ്റെ അകത്ത് എടുത്ത G ഇതാണ്. ഇതിൻ്റെ ഓർഡർ എന്താ വരിക, ഇത് ജനറേറ്റ് ചെയ്ത സൈക്ലിക് സബ് ഗ്രൂപ്പ് നോക്കണം, ഇതാണ്. ഈ സൈക്ലിക് സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എത്രയാണ്, 6 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എലമെൻറ്റിൻ്റെ ഓർഡർ ഓഫ് G ഓർഡർ ഓഫ് 1 - 10 6. കാരണം എന്താ, അത് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ 6 ആണ്. നിങ്ങൾക്ക് ഒന്നാലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ഓർഡർ ഓഫ് ദി എലമെൻറ്റ് G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ M സച്ച് ദാറ്റ് G⁻m ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി അല്ലേ. നിങ്ങൾ ഈ കേസിൽ എന്ത് എഴുതിയിട്ട് നോക്കുക, ഈ എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, അത് ജനറേറ്റ് ചെയ്ത സൈക്ലിക് സബ് ഗ്രൂപ്പിൻ്റെ ഓർഡറാണ് അല്ലേ. ഈ 6 നിങ്ങൾക്ക് എപ്പോഴും കിട്ടിയിരുന്നത് G⁻6 ഐഡൻറ്റിറ്റി. അപ്പം ആ 6 ആണ് ഇതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയി മാറിയത് അല്ലേ. G⁻12 G⁻18 ഒക്കെ ഐഡൻറ്റിറ്റിയാണ്. പക്ഷേ നിങ്ങൾക്ക് ആദ്യം ഐഡൻറ്റിറ്റി കിട്ടിയ ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻറ്റിജർ ഏതാ, 6 അല്ലേ. അതാണ് ഈ ഗ്രൂപ്പിൻ്റെ ഓർഡറായിട്ട് ഭാവിച്ചത്. ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്തില്ല, നിങ്ങൾ മനസ്സിലാക്കുക.
അപ്പോൾ ഓർഡർ ഓഫ് എൻ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ജനറേറ്റ് ചെയ്ത സൈക്ലിക് സബ് ഗ്രൂപ്പിൻ്റെ ഓർഡറാണ്. അത് സത്യത്തിൽ G⁻m ഐഡൻറ്റിറ്റി ആവുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചിട്ട് മനസ്സിലാക്കി വെക്കുക. ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബോറടിപ്പിക്കുന്നില്ല. ഇനി എക്സസൈസുകളൊക്കെ ആയിട്ട് ഗ്രൂപ്പിലും വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇതൊക്കെ കൂടുതൽ ഫ്രണ്ട്ലി ആയിക്കോളും.